കാർത്തു, എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടി ഒരു സാധനത്തിന് തുരത്തി ഓടിക്കാൻ നിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എടി ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട് ബോംബെയിൽ നിന്ന്. ആ എന്റെ മാമന്റെ മോള് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ എന്നാണ് പേരെങ്കിലും ഡ്രാഗൺ കുഞ്ഞിന്റെ സ്വഭാവം. എനിക്കിഷ്ടല്ല അവളെ. എടിക്ക് എന്തെങ്കിലും ഒരു വഴി പറയടി. സാധനമാണെന്നറിയോ അത്? പിങ്കി ശൂതാവരുതാവരുന്ന് കട്ട് ചെയ്യണേ. പിന്നെ വിളിക്കാം. പിങ്കി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെങ്ങനെയുണ്ട്? ഹലോ, ഇതെങ്ങനെ ഉണ്ടെന്ന്? ഇത് ഞാൻ എവിടെയോ പിങ്കിയുടെ ഡ്രസ്. എന്റെ ഡ്രസ് ആരും ചോദിച്ചിട്ട് മാമി പറഞ്ഞു. ഏത് മാമി? മണി മാമി. ആഹാ, അത്രക്കായ? ഇത് പറ്റൂല കേട്ടാ. ഇത് എന്റെ ഡ്രസ്സൊന്നും ഇങ്ങനെ എടുത്തിടാൻ പറ്റൂല. മാമി തന്നെ പിങ്കിക്ക് സൈസ് ചെറുതായതുകൊണ്ട്. ആരോട് സൈസ് ചെറുതെന്ന്? അമ്മ 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 ഇങ്ങോട്ട് വാ. എന്തോന്ന് ഞാൻ പറഞ്ഞു തരാം. കൊടുവാ. എന്തോന്നടി അമ്മ ആരത് ചോദിച്ചിട്ട് എന്റെ ഡ്രസ് എടുത്ത് അവക്ക് കൊടുത്ത? ആരോടും ചോദിക്കണോ? എന്റെ അടുത്ത് ചോദിക്കണ എന്റെ ഡ്രസ് എടുത്ത് കൊടുക്കുമ്പോ നിനക്ക് ചെറുതായ ഉടുപ്പല്ലേ? എനിക്ക് ഞാൻ അത് ചെറുത് നോക്കി മേടിച്ച തന്നെ. ഇടാൻ പറ്റത്ത ഉടുപ്പ് തന്നെ ഇടാൻ പറ്റും ചെറുത്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോ വലിയുമ്പം ഇടാലോ, അങ്ങനെ ഞാൻ നോക്കി മേടിച്ചു. നീ വേറെ എന്ത് വേണോ പറഞ്ഞോ, വർക്കൗട്ട് ചെയ്ത് മെലിയുടെ കാര്യം നിന്നെ കൊണ്ട് പറ്റുന്നതല്ല. എന്ത് ബിഹേവ്? പിങ്കിക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ഇപ്പൊ തന്നെ ഉരുത്തരാം. വേണ്ട മോളെ, അത് അവള് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല, അവള് ചുമ്മാ പറഞ്ഞാണ്. മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മോളിട്ടോ കുഴപ്പമൊന്നുമില്ല. എന്തോന്നു പിങ്കി നിനക്ക് വൃത്തികെട്ട സ്വഭാവം നിനക്ക്? പിങ്കി ഞാൻ ഒരു കാര്യം പറയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം. ഇവള് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് കേട്ടല്ലോ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം നീ തന്നെ പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ ഇതിന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അത് പിന്നെ എനിക്ക് ദേഷ്യം കാണൂലേ? എന്തിന്? എന്തിനാ എന്നാ കുഞ്ഞിലെ ഇവള് ഉപദ്രവിച്ചിട്ടേ കൊണ്ടല്ലോ. ഇടി കുഞ്ഞിലത്തെ കാര്യം വെച്ചോണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നേ. ആ ദേഷ്യം വെച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? മോളെ ഇതൊക്കെ എനിക്ക് ദേഷ്യം കൊണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് മറന്ന് അവളടുത്ത് പോവാന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴേക്ക് ഇവള് വന്നല്ലോ. ഇവള് വന്നിട്ട് അവിടെ നിന്ന് എല്ലാരും ഇവള് പോയി കെട്ടിപ്പിടിച്ച് മിണ്ടി ഭയങ്കര സ്നേഹപ്രകടനം. എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നെ ഇവള് വന്നിട്ട് ബോംബെയിൽ നിന്ന് എന്തൊക്കെയോ കമ്മല പൊട്ട മാല എന്തൊക്കെയോ കൊണ്ടുവന്ന് അത് മൊത്തം തോതെ ഈ റിങ്കിക്കാണ് കൊടുത്തത്. എനിക്ക് ഒരു സാധനം പോലും ഇവള് തന്നില്ല. അത് പോട്ട്, നമ്മളെ കമ്മല് മാലയൊന്നും കാണാതെ കിടക്കുന്നതല്ലോ, അത് പോട്ടെ, കുഴപ്പമില്ല. ഇവള് ഇത്രയും വർഷത്തിന് ശേഷമാണ് എന്നെ കാണുന്നത്. എന്റെ അടുത്ത് വന്നിട്ട് പിങ്കി നിനക്ക് സുഖമാണോ, കുറെ നാളായാലും നിന്നെ കണ്ടിട്ട് എന്ന് എന്തെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും ചോദിച്ചോ? കൊച്ചിലെ ഞാൻ പിങ്കിയെ ഉപദ്രവിച്ചതിന്റെ ഒക്കെ ചെറിയൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അതാ ഞാൻ വന്നപ്പോ മിണ്ടാത്തത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പിങ്കിയെ കാണാനാ. എന്നെ കാണാനാ? പിങ്കിയെ കാണാൻ. അങ്ങനെ നിന്നെ കാണാൻ. എന്നോട് അവൾക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട്. പിന്നെ മാമിക്കറിയോ, ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ടിട്ട് അവൾ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ആണോടി? എന്തിന്? അത് പിന്നെ ദേഷ്യം ഉണ്ടാവൂലോ, പിന്നെ ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. ഞാൻ ഒരു കാര്യം പറയാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് വലിയ വലുതാക്കല്ലോ, വലിയ വഴക്കാക്കല്ലോ. ഇതൊക്കെ ഇപ്പൊ കളഞ്ഞേക്കണം. പിങ്കി മോളെ ഇങ്ങ് വന്നേ, നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ടിരുന്നേ, കൂട്ടായിക്കേ. കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു വലിയ ഫ്രണ്ട്ഷിപ്പിനുള്ള തുടക്കമാണ്. ലൈഫ് ലോങ് ഉള്ള ഒരു കമ്പാനിയൻഷിപ്പിന്റെ. മനസ്സിലായോ? അവൾക്ക് നിന്നോട് സ്നേഹമാണ്, ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നീ വാ, നിനക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ്? നീ വാ. ഇതാദ്യമേ പറഞ്ഞിരുന്ന നിങ്ങൾ ചിരിച്ചോണ്ടങ്ങ് വന്നേനെ. ദേഷ്യമുണ്ടോ? എനിക്കൊരു ദേഷ്യല്ല. പിന്നെ നീ നിന്നോട് ചെയ്തതിന്റെ ഒക്കെ ചെറിയ നീരസം ഉണ്ടായിരുന്നു. കൈയിട് നോക്ക്, ഒരു സെക്കൻഡ് ഒന്ന് കഥയൊക്കെ മാറി മറിഞ്ഞ് കീരിയും പാമ്പിനെയും പോലെ ഇരുന്നാണ് പാടയും ചക്കരയും പോലെ ആയി. അതാണ് മക്കളെ, കൊച്ചുനാളിലുള്ള വഴക്കൊക്കെ അത് പിള്ളേരാകുമ്പം അങ്ങ് മറക്കും. ഇപ്പൊ മഴ പെയ്യും. വലിയ ഉപദേശം പറയാൻ വന്നത് ഈ കൊച്ചുനാളില്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ വലുതാവുമ്പോ മറക്കുമെന്ന്. ആര് പറയണത്? നിങ്ങൾ രാവിലെ കൂടെയുള്ള അടിയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടിനും കൂടെ ഒന്ന് പാച്ചപ്പ് ആക്കിയത്. അത് വലിയ ഡയലോഗ് അടിക്കുന്നു. സ്വഭാവം തന്നെ കറക്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പൊ ഔട്ടായി. നോക്കി എന്നെയും കളഞ്ഞിട്ട് പോയിരിക്കണ രണ്ടും.
അങ്ങനെയാണ്. ഇനി നീ അതിന്റെ ഇടയിൽ സ്വർഗത്തിലെ കട്ടറുമാവാൻ പോവണ്ട, അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആവും. ഞാനൊന്നും പോണില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ തിരക്കാരി അല്ലല്ലോ അവള്, അവള് കുറച്ചുകൂടി ചെറുതല്ലേ. സന്തോഷമായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പിങ്കി ഇത്ര വാശി കാണിക്കുന്നത്. ഉയ്യോ, ഇത്രേ ഉള്ളായിരുന്നുള്ളൂ. രണ്ടുപേരെ മനസ്സിലും സ്നേഹമുണ്ട്. പിന്നെ അപ്പൊ ഹാപ്പി സെൻഡിങ്സ്. അത്രേ ഉള്ളൂ.